ഹായ് ഹലോ. ഇന്ന് എനിക്ക് വർക്കിന് പോകണ്ട, ഞാനിന്ന് ലീവാണ്. അന്നേരം ഞാൻ കരുതി ഞാനും എൻ്റെ അമ്മയായിട്ട് ഒരു ട്രിപ്പ് പോകാം. ഞങ്ങൾ കുറേ ആയിട്ട് ഞങ്ങൾ എന്നിട്ട് മാത്രം എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഒരു സ്ഥലവും കണ്ടെത്തി വച്ചു. പക്ഷേ ട്വിസ്റ്റുണ്ട്. നമ്മൾ തീരുമാനിച്ച അടുത്തേക്കല്ല നമ്മൾ ഈ പോകുന്നത്. നമ്മൾ റൂട്ട് മാറ്റി പിടിച്ചു ഗായ്സ്. അതെ ഗായ്സ്, ഞങ്ങൾ റൂട്ട് മാറ്റി പിടിച്ചു. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തന്നെ എവിടെയെങ്കിലും പോകാമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അത് നമ്മൾ നോക്കി വെച്ചത് പൊന്മുടിയാണ്. അങ്ങനെ പൊന്മുടി ഇന്ന് പോകാമെന്ന് പറഞ്ഞ ലൊക്കേഷൻ നോക്കി ഞങ്ങൾ പേരൂർക്കട കഴിഞ്ഞ് വഴയില എത്തിയതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ ഈ റൂട്ടിട്ട് നോക്കി. അന്നേരമാണ് ആ നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് പൊന്മുടി റോഡ് ക്ലോസ്ഡ് ആണെന്ന്. അതല്ലേ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതൊരു ജന്മം അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇത് നല്ലതായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഈ ഡ്രൈവ് ചെയ്തൊക്കെ പോയപ്പോൾ നല്ല പണിയായിരുന്നു. പിന്നെ ഇവിടുത്തെ വ്യൂ നല്ലതായിരുന്നു കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് എത്ര പണിയായിരുന്നു, എന്താ ഇവരുടെ ഈ ചിരി കാണുമ്പോൾ നമ്മളിപ്പം കൈ കഴിച്ച് പോയി അത്രയും ദൂരം വരെ വണ്ടി ഓട്ടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു. അതൊക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. കാര്യം കാരണം അമ്മ ഭയങ്കര ഹാപ്പിയായി. കുറേ നാൾ ഞങ്ങൾ പോയിട്ട് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഈ ബോട്ടിലൊക്കെ കയറാമെന്ന് പറയണത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അന്നേരം ഞാൻ ആ ബോട്ടിലൊക്കെ കയറിയപ്പോൾ ദിം തിരക്കിട്ട് തോന്നും, അങ്ങനത്തെ ഒരു സീനായിരുന്നു. എനിവേയ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ വ്യൂ ഒക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മളിത് എങ്ങോട്ട് പോകണേന്ന്. അയ്യോ, ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ അതങ്ങ് സാധിച്ചു. എന്താ പൊന്മുടി പോകാമെന്ന് പറഞ്ഞിരുന്നിരുന്നത് നമ്മൾ എങ്ങോട്ട് വന്നു, എവിടാന്നല്ലതാണ് നമ്മുടെ സാമ്പ്രാണിക്കുടി. അങ്ങനെ സാമ്പ്രാണിക്കുടിയിലോട്ട് പോകണമെന്നും കുറേ നാളായിട്ട് എൻ്റെ അമ്മ പറയുന്നുണ്ടായി. ബട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതങ്ങ് സാധിച്ചു കൊടുത്തു. കൊച്ചു പിള്ളേർ എന്തെങ്കിലും അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്നാണ്. പിന്നെ എൻ്റെ കുറച്ച് പട്ടിഷോ അതൊക്കെ വേണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ എന്താ ഞാൻ എൻ്റെ പട്ടിഷോ ഇല്ലാണ്ട് എന്ത് കണ്ടൻറ്റാണ് ഇതിനകത്തുള്ളത് അല്ലേ. എന്നിട്ട് ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നമുക്ക് ഒത്തിരി ടൈം ഉണ്ടായിരുന്നില്ല. വന്ന കഥയാണ് ടാസ്ക്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും 4:30 കഴിഞ്ഞു. 4:30 കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ 4:30 കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റില്ല. അന്നേരം ഞങ്ങളുടെ ബോട്ടിൽ കയറാൻ വേണ്ടി ഒരു മനുഷ്യരില്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമേ. അതുകൊണ്ട് 150 കൊടുത്ത് പോകേണ്ടിടത്ത് ഞങ്ങൾ 1050 രൂപ കൊടുത്താണ് കയറിയത്. പിന്നെ അവിടെ ഞങ്ങൾ മാങ്ങ കഴിച്ചു. പിന്നെ കപ്പയും ചിപ്പി അതും പിന്നെ എൻ്റെ സാലഡും ചമ്മന്തിയൊക്കെ കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അവിടുത്തെ ചെറിയൊരു സൺലൈറ്റും അങ്ങനെയൊക്കെ വന്നപ്പോൾ സൂപ്പർ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എവിടെ തിരിഞ്ഞാലും മരം കയറുക എന്നുള്ളത് എൻ്റെയും എൻ്റെ അമ്മയുടെ ഒരു വീക്ക്നെസ്സാണ്. മരം കാണുക, വലിഞ്ഞ് കയറുക. പിന്നീട് ഞാനിങ്ങനെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾ പോവാൻ സമയം പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങുകയാണ്. അങ്ങേരമായിരുന്നു കേൾക്കണ്ടല്ലോ. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറ്റില്ല, എനിക്ക് വീഡിയോ എടുക്കണം, എനിക്കിതിനകത്ത് കയറണം, എനിക്ക് മരത്തിന് മണ്ടയ്ക്ക് കയറണം, നമ്മളെ കയറാൻ പറഞ്ഞു ഗായ്സ് പറഞ്ഞിട്ട് പിന്നെ വെള്ളത്തിലേക്ക് കൊണ്ട് ഇറക്കി. എൻ്റെ ഈ പുള്ളിക്കാരനാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകും. ഞങ്ങൾ അവിടെ 4:30 കയറി 4:34 4:43 അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് 5:15 തിരിച്ച് കയറേണ്ടി വന്നു. പിന്നെ കണ്ട നല്ല രസമുണ്ടല്ലോ ആ സൂര്യനെ കാണാനായിട്ട്. സൂപ്പർ. പിന്നെ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ കുറേ ടൈം ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാര്യം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് അവിടെ സമയമായി 5:00 അവിടെ നമ്മളങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് വന്നു. നമ്മൾ ബോട്ട് കയറി എടുത്തോട്ട് വന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ എപ്പോൾ വേണേലും ഓഫാവാം. അന്നേരം എങ്ങനെ ലൊക്കേഷൻ ഇട്ട് ഇനി ട്രിവാൻഡ്രം വരെ പോകുമെന്ന് നോ ഐഡിയ. അമ്മയുടെ ഫോണിലും ചാർജ് കുറേ ഉള്ളത് കൊണ്ട് നന്നായി പോകാൻ പറ്റുമായിരിക്കും. അമ്മയ്ക്കും അതേപോലെയാണ് ഫോണ്, ചാർജ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്താവുമെന്ന് അറിയില്ല. സോ എന്താണ്, ഞങ്ങൾ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകും. എല്ലാവരും നോക്കുന്നു, അപ്പോൾ എനിക്ക് നാണം വീഡിയോ എടുക്കാൻ. ഇവിടെ ഊഞ്ഞാലുണ്ട്, 1 2 മറ്റേ സന്ത വരുന്ന സ്ലൈഡുണ്ട്. ആണ്ട് ഇവിടെ താറാവുണ്ട്, അപ്പുറത്ത് തവളയുണ്ട്, മുയലുണ്ട്, പിന്നെ ദാ എൻ്റെ തള്ളച്ചിയുണ്ട്. നന്നായിരിക്കുന്നു. അങ്ങനെ കുറേ കൊള്ളാം. നൈസ് ഗൈസ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് വന്നിട്ട് 4% ഉള്ളൂ. അന്നേരം ഞാൻ എന്ത് ചെയ്യുമെന്നൊന്നും ഒരു പിടിയുമില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ സൺലൈറ്റ് കണ്ട് അപ്പം ഞാൻ വീഴും. ഓടും കുതിര ചാടും കുതിര, സൺലൈറ്റ് ഉണ്ട് നിൽക്കും കുതിര, എന്താ. അപ്പോഴത്തേക്കും നമ്മളെന്നാൽ വേഗം കൂരകളിൽ പോയി പാറ്റട്ടെ. ഓക്കെ ഗായ്സ്, തുറക്കാൻ പറ്റും. നമ്മൾ എത്ര മണിക്ക് എത്തും, എങ്ങനെ എത്തും എന്നൊരു പിടിയില്ല. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എത്തും അല്ലേ. നമ്മൾ ചോദിച്ച് പോവും. വായിൽ നാക്കുള്ളിടത്തോളം കാലം വരില്ലായിരുന്നു. നമ്മൾ ചോദിച്ച് പോകും ഗൈസ്. അപ്പോൾ ടാറ്റ. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഗായ്സ്. വെറും 1% ചാർജിലാണ് ഞങ്ങൾ അവിടെ നിന്ന് കൊല്ലത്തുനിന്ന്, സാമ്പ്രാണിക്കുടിയിൽ നിന്ന് ഇതുവരെ എത്തിയത്, വീട് വരെ ട്രിവാൻഡ്രം വരെ എത്തിയത് അങ്ങനെയാണ്. പിന്നീട് നമുക്ക് NH ആയതുകൊണ്ട് നമുക്ക് വേഗം ഇങ്ങോട്ട് പറന്ന് വരാനായിട്ട് പറ്റി. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഫുൾ ചുറ്റി. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ടിരുന്ന പ്ലാൻ വേറെ, നടന്ന പ്ലാൻ വേറെ. പൊന്മുടി പോകണമെന്നായി, പൊന്മുടി പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം അടുത്താണല്ലോ, വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ദൂരമുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്കങ്ങ് ട്രിവാൻഡ്രം തന്നെയാണെന്ന് പറഞ്ഞിരിക്കുമായിരുന്നില്ലേ. അന്നേരം നമ്മൾ വഴയിലെത്തിയപ്പോൾ ലൊക്കേഷൻ ഇട്ട് നോക്കി. കുറച്ച് അങ്ങോട്ട് ഒത്തിരി ദൂരം പോയില്ല, പേരൂർക്കട കഴിഞ്ഞ് വഴയിലെത്തിയപ്പോൾ ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്തായി, പൊന്മുടി റോഡ് ക്ലോസ്ഡ്. അപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ മോക്കും ഇങ്ങനെ മാറി. അപ്പം ഞാൻ കരുതി എന്തായാലും ഇറങ്ങി തിരിച്ചു. നമ്മൾ അടുത്ത ആഴ്ച ഇവിടെ സാമ്പ്രാണിക്കൂടി അടുത്ത ആഴ്ച പോകുമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്നങ്ങ് മാറ്റിയേക്കാം, ഇന്നെന്തായാലും അങ്ങോട്ട് തന്നെ പോകാമെന്ന് കരുതി പോയതാണ്. എനിവേസ് കുറേ ചുറ്റി തിരിഞ്ഞു, വെറുതെ കുറേ ടൈം വേസ്റ്റായി, അങ്ങനെയൊക്കെയായി. ബട്ട് ഇരുന്നാലും കൊള്ളാം, നല്ല രക്ഷമുണ്ടായിരുന്നു. പക്ഷെ എന്താ, വണ്ടി ഓട്ടിച്ച് കൈയൊക്കെ പടം, നടുവൊന്നും അനക്കാൻ വയ്യ. നടുവൊക്കെ ഉണ്ടോ എന്ന് പോലും ഇനി തൊട്ട് നോക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അപ്പോൾ എനിവേസ് എന്തായാലും കൊള്ളാം. വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ ഇറങ്ങണമല്ലോ അല്ലേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിലെന്നൊന്നും ഇല്ല, ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, സബ്സ്ക്രൈബ്, അതാണ് മെയിൻ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.